നമസ്കാരം. അച്ഛാ, നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളെ ഒരു കോടീശ്വരനാക്കാൻ പറ്റുമോ? ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ലോകം മുഴുവൻ ചർച്ച ചെയ്ത പുസ്തകത്തിന്റെ കാതൽ തന്നെ ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പുസ്തകത്തിലെ വിജയരഹസ്യങ്ങൾ ഒന്നൊന്നായി ചുരുളഴിക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 80 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകം എഴുതിയത്. എന്നിട്ടും ഇന്നും ഇതിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന മിക്ക സെൽഫ് ഹെൽപ്പ് ഐഡിയകളുടെയും ഒരു ബേസ്, ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ടാണിതിനെ എല്ലാ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെയും മുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ഇതങ്ങനെ ചുമ്മായിരുന്ന് എഴുതിയൊരു പുസ്തകമല്ല. 20 വർഷം, ഒന്ന് ആലോചിച്ചു നോക്കൂ. 20 വർഷം നീണ്ട റിസർച്ചിന്റെ ഫലമാണിത്. അത്രയും കാലം കൊണ്ടാണ് നെപ്പോളിയൻ ഹിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയികളായ ഏതാണ്ട് 500-ലധികം ആളുകളുടെ ജീവിതം പഠിച്ച് ഈ വിജയത്തിന്റെ ഫോർമുല കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ടാവുമെന്ന് ഊഹിക്കാമല്ലോ. ഈ പുസ്തകത്തിന്റെ മുഴുവൻ സത്വം ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. അതായത്, നമ്മുടെ ചിന്തകൾക്ക് ജീവനുണ്ടെന്ന്. അവ വെറും ഒരു തോന്നലല്ല. ശരിയായ ലക്ഷ്യവും വിടാത്ത പരിശ്രമവും അടങ്ങാത്ത ആഗ്രഹവുമുണ്ടെങ്കിൽ ഈ ചിന്തകളെ നമുക്ക് സമ്പത്താക്കി മാറ്റാൻ പറ്റും. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങളായി മാറും. അത്രയുള്ളൂ. അപ്പോ ഈ വിജയത്തിലേക്കുള്ള വഴി നമുക്കൊരു പാചകക്കുറിപ്പ് പോലെ നോക്കാം. ഇതില് 4 പ്രധാന സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് അടിസ്ഥാനം, അതായത് തീവ്രമായ ആഗ്രഹം. രണ്ടാമത് ഒരു രൂപരേഖ അഥവാ പ്രവർത്തന പദ്ധതി. മൂന്നാമത് നമുക്ക് വേണ്ട ഇന്ധനം, അതായത് അദൃശ്യ ശക്തികളെ ഉപയോഗിക്കുന്നത്. പിന്നെ അവസാനത്തെ കടമ്പ, ഭയത്തെ മറികടക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അടിസ്ഥാനം, അതായത് ആ തീവ്രമായ ആഗ്രഹം. ഏതൊരു വലിയ വിജയവും തുടങ്ങുന്നത് എനിക്കത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു ചെറിയ ആഗ്രഹത്തിൽ നിന്നല്ല, അല്ലേല. മറിച്ച് അത് കിട്ടിയേ തീരൂ എന്ന മനസ്സിൽ ആളിക്കത്തുന്നൊരു ആഗ്രഹം, ഒരു ഒബ്സഷൻ. അതാണ് എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വെറുതെ എനിക്ക് 1 കോടി രൂപ വേണം എന്നാഗ്രഹിച്ചാൽ അത് കിട്ടില്ല. എന്നാൽ ആ ആഗ്രഹം ഒരു അഭിനിവേശമായി, ഒരു ഭ്രാന്തായി മാറുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഒന്ന് വെറുമൊരു പകൽക്കിനാവ്, രണ്ടാമത്തത് ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു തീയാണ്. നമ്മളെ മുന്നോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോ ഹിൽ വെറുതെ തിയറി പറഞ്ഞു പോവുകയല്ല. ഈ തീവ്രമായ ആഗ്രഹത്തെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന് കാണിക്കാൻ കൃത്യമായ 6 സ്റ്റെപ്പുകൾ തരുന്നുണ്ട്. 1. നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് കൃത്യമായി തീരുമാനിക്കുക. 2. അതിനു പകരമായി നിങ്ങൾ എന്തു കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ സമയം, കഴിവ്, എന്തും. 3. എന്നത്തേക്ക് ഇത് നേടണമെന്നൊരു ഡെഡ്ലൈൻ വയ്ക്കുക. 4. അത് നേടാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. 5. ഇതെല്ലാം ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി വെക്കണം. അവസാനം 6ാമത്തെ സ്റ്റെപ്പ്, ദിവസവും രാവിലെയും രാത്രിയും ഇത് ഉറക്കെ വായിക്കണം. ഇതൊരു വെറും എക്സസൈസ് അല്ല, നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഈ 6 സ്റ്റെപ്പുകൾ വർക്കാകുന്നത് ഓട്ടോ സജഷൻ എന്നൊരു പ്രിൻസിപ്പിൾ വഴിയാണ്. എന്താണിത്? സിമ്പിളാണ്. നമ്മൾ ഒരേ കാര്യം വികാരത്തോടെയും വിശ്വാസത്തോടെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സ്, അത് വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ അത് തന്നെ കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വിജയത്തിനായി റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ റെഡിയായി. തീവ്രമായ ആഗ്രഹം. ഇനി അടുത്ത സ്റ്റെപ്പ്, ആ ഫൗണ്ടേഷന് മുകളിലൊരു ബിൽഡിംഗ് പണിയണ്ടേ? അതാണ് നമ്മുടെ രൂപരേഖ, അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ. കാരണം ആഗ്രഹം മാത്രം പോരല്ലോ, അതിനെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കയ്യിലൊരു ബ്ലൂ പ്രിന്റ് വേണം. ഇതൊരു രക്ഷയുമില്ലാത്ത സത്യമാണ്. പ്ലാനില്ലാത്ത ഒരു ഗോൾ, അത് വെറുമൊരു ആഗ്രഹം മാത്രമാണ്, ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. ആക്ഷനും പ്ലാനിങ്ങും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എങ്ങുമെത്തില്ല, വെറുതെ ആകാശത്തൊരു കോട്ട കെട്ടിയതുപോലെയിരിക്കും. അപ്പോ ഈ പ്ലാനിന് 4 മെയിൻ തൂണുകളുണ്ട്. ഒന്നാമത്തത് സ്പെഷ്യലൈസ്ഡ് നോളജ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. 2. ഓർഗനൈസ്ഡ് പ്ലാനിംഗ്, ഈ അറിവൊക്കെ വച്ച് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കണം. 3. തീരുമാനം, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതിലുറച്ചു നിൽക്കാനുമുള്ള കഴിവ്. 4. സ്ഥിരോത്സാഹം, അതായത് പെർസിസ്റ്റൻസ്, എത്ര തവണ വീണാലും എഴുന്നേറ്റ് മുന്നോട്ടു പോകാനുള്ള ഒരു മനസ്സ്. ഈ 4 കാര്യങ്ങളും ചേരുമ്പോഴേ ആ പ്ലാൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇതില് തീരുമാനമെടുക്കുന്നതിന്റെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് കാര്യങ്ങൾ നീട്ടിവെക്കൽ. ഇത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു വലിയ ശത്രുവാണ്. വിജയിക്കുന്ന ആളുകൾ പെട്ടെന്ന് തീരുമാനമെടുക്കും, എന്നിട്ട് പതുക്കെ അത് മാറ്റും, അതും ആവശ്യമെങ്കിൽ മാത്രം. പക്ഷെ പരാജയപ്പെടുന്നവരോ? അവർ പതുക്കെ തീരുമാനമെടുക്കും, എന്നിട്ട് പെട്ടെന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും. ഈയൊരു വ്യത്യാസം മതി ജൈവവും തോൽവിയും തീരുമാനിക്കാൻ. ഇനിയാണ് സ്ഥിരോത്സാഹത്തിന്റെ റോള് വരുന്നത്. ഒരു പ്ലാൻ ഫ്ലോപ്പായാൽ എന്തു ചെയ്യും? സിമ്പിൾ, അത് കളഞ്ഞിട്ട് വേറൊരു പ്ലാൻ ഉണ്ടാക്കുക.
അല്ലാതെ നിർത്തി പോവുകയല്ല വേണ്ടത്. എക്വിറ്റ് ആൻഡ് നെവർ വിൻസ് എന്ന് കേട്ടിട്ടില്ലേ? സംഭവം അത് തന്നെ. തോമസ് എഡിസന്റെ കാര്യം തന്നെ എടുക്കാം. ആയിരക്കണക്കിന് തവണ തോറ്റിട്ടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. ഓരോ തോൽവിയും ഒരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ്, അല്ലാതെ പെർമനന്റ് ഫെയിലിയർ അല്ല. അതാണ് പോയിന്റ്. ശരി, അപ്പോൾ നമ്മുടെ കയ്യിൽ അടിത്തറയുണ്ട്, പ്ലാനുമുണ്ട്. ഇനി വേണ്ടത് ഇന്ധനമാണ്, അല്ലേ? വണ്ടി ഓടണമെങ്കിൽ ഫ്യൂവൽ വേണമല്ലോ. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കഠിനാധ്വാനത്തിന് പവർ കൊടുക്കുന്ന ചില അദൃശ്യ ശക്തികളെക്കുറിച്ചാണ്. കണ്ണിന് കാണാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. അതിലൊരെണ്ണമാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. എന്താണിത്? നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതേണ്ട കാര്യമില്ല. ഒരേ ലക്ഷ്യത്തോടെ, ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന രണ്ടോ അതിലധികമോ ആളുകൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂട്ടായ ശക്തിയുണ്ട്. അതിന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ആൻഡ്രൂ കാർനെഗിയെപ്പോലുള്ള, ഹെൻറി ഫോർഡിനെപ്പോലുള്ള വമ്പന്മാരൊക്കെ അവരുടെ വിജയത്തിന് പിന്നിൽ ഈയൊരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ശക്തിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് മനസ്സുകൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ മൂന്നാമതൊരു ശക്തി, കാണാനോ തൊടാനോ പറ്റാത്തൊരു എനർജി ഉണ്ടാവുന്നു. അതായത് 1+1=2 അല്ല, ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിരിക്കും. ആ ഒരു സിനർജി, ആ ഒരു കൂട്ടായ എനർജിയാണ് ഇവിടെ ഗെയിം ചേഞ്ചർ. ഇനി മറ്റൊരു പവർഫുൾ ഇന്ധനം നമ്മുടെ വികാരങ്ങളാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു പൂന്തോട്ടം പോലെ കണ്ടാൽ അവിടെ എന്ത് നടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലം. ആഗ്രഹം, വിശ്വാസം, സ്നേഹം, ഉത്സാഹം, പ്രതീക്ഷ പോലുള്ള പോസിറ്റീവ് വികാരങ്ങൾ നട്ടാൽ നിങ്ങൾക്ക് വിജയത്തിന്റെ പൂക്കൾ കൊയ്യാം. മറിച്ച് ഭയം, അസൂയ, വെറുപ്പ്, അത്യാഗ്രഹം, കോപം പോലുള്ള നെഗറ്റീവ് വിത്തുകളാണ് പാകുന്നതെങ്കിലോ പിന്നെ പരാജയമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം പോസിറ്റീവും നെഗറ്റീവും ഒരേ സമയം ആ തോട്ടത്തിൽ വളരില്ല. ഇനി ഹില്ല് പറയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഉപബോധ മനസ്സുണ്ടല്ലോ, അത് പ്രപഞ്ചത്തിലെ അനന്തമായ അറിവുമായി കണക്ട് ചെയ്തിരിക്കുന്നൊരു ആൻറ്റിന പോലെയാണത്രേ, ഒരു റിസീവറും ട്രാൻസ്മിറ്ററും. നമ്മുടെ ശരിയായ ഫ്രീക്വൻസിയിലുള്ള ചിന്തകൾ പുറത്തേക്ക് വിട്ടാൽ നമുക്ക് ആവശ്യമുള്ള ഐഡിയകളും സൊല്യൂഷൻസും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. കുറച്ച് ഫിലോസഫിക്കലായി തോന്നാം, പക്ഷേ അതാണ് ആശയം. ഓക്കെ, നമ്മൾ അടിസ്ഥാനം ഉറപ്പിച്ചു, പ്ലാൻ ഉണ്ടാക്കി, ഇന്ധനവും നിറച്ചു. ഇനിയാണ് അവസാനത്തെ കടമ്പ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും വിജയിക്കാത്തത്? കാരണം ഈ അവസാനത്തെ ഹേർഡിലിൽ തട്ടി എല്ലാവരും വീഴുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഭൂതങ്ങളെയാണ് നമുക്കിനി നേരിടാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഏറ്റവും വലിയ തടസ്സം? നമ്മളെ മുന്നോട്ട് പോവാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്ന ആ വലിയ ശക്തി എന്താണ്? അത് പുറത്തുള്ള ഒരാളോ സാഹചര്യമോ അല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടോ? അത് ഭയമാണ്. നെപ്പോളിയൻ ഹിൽ പറയുന്നത് 6 അടിസ്ഥാനപരമായ ഭയങ്ങളാണ് നമ്മുടെ എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്നാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ളവരുടെ വിമർശനങ്ങളെക്കുറിച്ചുള്ള ഭയം, അസുഖം വരുമോ എന്ന ഭയം, സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം, പ്രായമാവുന്നതിനെക്കുറിച്ചുള്ള ഭയം, പിന്നെ മരണഭയം. ഒന്ന് സത്യസന്ധമായി ചിന്തിച്ചു നോക്കൂ, ഇതിലേതെങ്കിലും ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും പിന്നോട്ട് വലിക്കുന്നില്ലേ? പക്ഷേ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഈ ഭയമെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ കയറി സ്ഥിരതാമസമാക്കിയ ഒന്നല്ല. അത് വെറുമൊരു മാനസികാവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും മാറ്റാനും പറ്റുമെങ്കിൽ അതിനർത്ഥം ഈ ഫലത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിനെ കീഴടക്കാമെന്നാണ്. അത് വലിയൊരു ആശ്വാസമല്ലേ? അപ്പോൾ ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത്? അതൊറ്റ രാത്രി കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല. അതിന്റെ തുടക്കം തീരുമാനങ്ങൾ എടുക്കാനുള്ള മടിയിൽ നിന്നാണ്. ആ മടി പതിയെ സംശയമായി മാറും. ഇത് ശരിയാകുമോ? ഞാൻ തോറ്റുപോകുമോ? എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഈ സംശയവും തീരുമാനമില്ലായ്മയും ഒന്നിക്കുമ്പോഴാണ് ഭയമെന്ന വലിയൊരു രാക്ഷസനുണ്ടാവുന്നത്. അപ്പോൾ തുടക്കത്തിലെ ആ ചെറിയ ശീലങ്ങളെ മാറ്റിയാൽ നമുക്ക് ഈ വലിയ രാക്ഷസനെ ഇല്ലാതാക്കാൻ പറ്റും. അവസാനമായി നെപ്പോളിയൻ ഹില്ല് പറഞ്ഞ ആ വലിയ സത്യം നമുക്ക് ഒന്നുകൂടി ഓർക്കാം. ചിന്തയിൽ ആദ്യം രൂപം കൊടുക്കാത്ത ഒന്നിനെയും മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ എല്ലാം തുടങ്ങുന്നത് ഇവിടെയാണ്, നമ്മുടെ മനസ്സിൽ. സമ്പത്തും വിജയവും സന്തോഷവും എല്ലാം ആദ്യമൊരു ചിന്തയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ ക്യാൻവാസിൽ നിങ്ങൾ എന്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു, എന്ത് രൂപപ്പെടുത്താൻ പോകുന്നു, ആ തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്.